എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മോരൊഴിച്ച് വെക്കുന്ന ഒരു മീൻ കറിയാണ്. അപ്പം ഈ മീൻ ഞാൻ മുറിച്ച് കഴുകി ഏകദേശം ഒരു അരമണിക്കൂർ ഉപ്പൊക്കെ ഇട്ട് വെച്ചതാണ്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മറ്റ് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് മിക്സാക്കി നമുക്കിത് മാറ്റി വെക്കാം. ഇതിലേക്കുള്ള തേങ്ങ റെഡിയാക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറെടുത്തു. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് കിട്ടുന്ന പാക്കറ്റ് തേങ്ങയാണ്. ഇത് ഏകദേശം മതിയാവും. ഇത് പൊട്ടുമ്പോൾ നന്നായിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് നല്ല ജീരകം ഇട്ട് കൊടുക്കണം. നല്ല ജീരകം ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിൽ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമുക്കിത് അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അധികം ഇതാക്കണം. മീൻ ബലം കുറവാണ്, ഐസിടാത്ത മീനായതുകൊണ്ട്. അപ്പം ഇനി നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ മോരൊഴിച്ച് കൊടുക്കുമ്പോൾ വെള്ളം മതിയാവും. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം. വെച്ചുകൊടുത്ത് നമുക്ക് അടുപ്പ് വെച്ച് അടക്കണം. ഒരടുപ്പ് വെച്ച് അടച്ചു കൊടുക്കും. ഇപ്പോൾ നമ്മുടെ മീൻ കറി നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് മീൻ വെന്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മോരൊഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് വേവട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചു വന്നു. ഇനി നമുക്ക് ഇതിലേക്കുള്ള മോര് റെഡിയാക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് മീൻ കറിയിലേക്കുള്ള മോര് റെഡിയാക്കണം. അതിന് എൻ്റെ അടുത്ത് തൈരാണുള്ളത്. അപ്പം തൈരാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഇത് വീഴുന്നില്ല. ഓക്കെ, ഇത്രയും മതിയാവും നമ്മൾക്ക്. നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഞാൻ തൈര് അടിച്ചെടുത്തു. അപ്പം നമ്മുടെ മീൻ കറി ഏകദേശം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ മോര് അതിലേക്ക് ഒഴിക്കാം. ഞാൻ ഏകദേശം ഒരു ഗ്ലാസ് മോരിൻ്റെ അടുത്താണ് എടുത്തിട്ടുള്ളത്. വേണ്ട, നമ്മുടെ മീൻ കറി നന്നായിട്ട് തിളച്ച് നമുക്ക് ഈ മോര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കറി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഈ മോരും കറിയും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കണം. നന്നായിട്ട് മിക്സാക്കി ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. അത് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങി. ഇനി നമുക്ക് അധിക സമയം മോരൊഴിച്ച് തിളപ്പിക്കണ്ട. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. മീൻ കറി വളരെ സിമ്പിളായിട്ടുള്ള ഒരു മീൻ കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.